യെസ് മക്കളെ, യെസ് വെൽക്കം ബാക്ക്. അപ്പോൾ നമുക്ക് സെക്കൻഡ് ചാപ്റ്റർ, ഓക്കെ, എയുടെ സെക്കൻഡ് ചാപ്റ്റർ നമുക്ക് സ്ട്രക്ചർ ഓഫ് ആറ്റം, ഓക്കെ, അത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. സ്ട്രക്ചർ ഓഫ് ആറ്റത്തിൽ നിന്നുള്ള ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്, മക്കൾ നോട്ട് ചെയ്ത് പോവുക. അതുമായി ബന്ധപ്പെട്ട ടോപ്പിക്സ് കൃത്യമായി പഠിച്ചിട്ട് പോവുക. ഓക്കെ, നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ദ സ്പ്ലിറ്റിംഗ് ഓഫ് സ്പെക്ട്രൽ ലൈൻസ് ഇൻ ദ പ്രസൻസ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ഇസ് കോൾഡ്. അതായത് മാഗ്നറ്റിക് ഫീൽഡിന്റെ പ്രസൻസിൽ സ്പെക്ട്രൽ ലൈൻസ് സ്പ്ലിറ്റ് ചെയ്യുന്ന ആ പേര്, ആ പ്രോസസ്സിനെ വിളിക്കുന്ന പേരെന്തായിരിക്കും? ആ ഫിനോമിനെ സീമൻ എഫക്റ്റ് എന്നാണ് വിളിക്കുന്നത്. ഇനി ഇലക്ട്രിക് ഫീൽഡിന്റെ പ്രസൻസിലാണെങ്കിൽ നമ്മൾ അതിനെ എന്തെന്ന് വിളിക്കും? സ്റ്റാർക്ക് എഫക്റ്റ് എന്നും വിളിക്കും. ഓക്കെ, അപ്പൊ അത് 1 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് എക്സാമിന് ചോദിക്കാം. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ദ മിനിമം ഫ്രീക്വൻസി ഓഫ് ഇൻസിഡന്റ് റേ ടു കോസ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് ഇസ് നോൺ ആസ്. അതായത് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് നടക്കാൻ ആവശ്യമായ മിനിമം ഫ്രീക്വൻസിയെ വിളിക്കുന്ന പേരാണ് ത്രെഷോൾഡ് ഫ്രീക്വൻസി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. ദ നമ്പർ ഓഫ് വേവ് ലെങ്ത് പെർ യൂണിറ്റ് ലെങ്ത് ഇസ് കോൾഡ്. എന്തായിരിക്കും? വേവ് നമ്പർ അല്ലെ. അതായത് നമ്പർ ഓഫ് വേവ് ലെങ്ത് പെർ യൂണിറ്റ് ലെങ്ത് എന്താണ്? വേവ് നമ്പർ ആണ്. വേവ് ലെങ്ത് എന്ന് വെച്ചാൽ എന്താണ്? ഡിസ്റ്റൻസ് ബിറ്റ്വീൻ അഡ്ജസന്റ് ട്രഫ് ഓർ അഡ്ജസന്റ് ക്രസ്റ്റ്. അഡ്ജസന്റ് അടുത്തടുത്ത് നിൽക്കുന്ന രണ്ട് ട്രഫുകളുടെയോ അല്ലെങ്കിൽ അടുത്തടുത്ത് നിൽക്കുന്ന രണ്ട് ക്രസ്റ്റുകളുടെ ഇടയിലുള്ള ലെങ്തിനെയാണ് നമ്മൾ വേവ് ലെങ്ത് എന്ന് വിളിക്കാറുള്ളത്. വേവ് നമ്പർ എന്ന് വെച്ചാൽ നമ്പർ ഓഫ് വേവ് ലെങ്സ് പെർ യൂണിറ്റ് ലെങ്തും ആണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കാം. റൈറ്റ് എനി 2 ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ആനോഡ് റേസ്. ആനോഡ് റേസിന്റെ ഏതെങ്കിലും 2 ക്യാരക്ടറിസ്റ്റിക്സ് ഏതൊക്കെയായിരിക്കും മക്കളെ? നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ദേ കണ്ടെയ്ൻ പോസിറ്റീവ്ലി ചാർജ്ഡ് ഗേഷ്യസ് അയോൺസ്. The charge to mass ratio of the particle depends on the gas from which these originate. Some of the positively charged particles carry a multiple of the fundamental unit of the electrical charge. The behavior of these particles in the magnetic or electric field is opposite to that observed for electron or cathode rays. അതല്ലെങ്കിൽ കാഥോഡ് റേസിന്റെ നമ്മൾ പ്രോപ്പർട്ടീസ് പഠിച്ചിട്ടുണ്ട് അല്ലെ. അതിന് ഓപ്പോസിറ്റ് ആയിട്ട് എഴുതിയാലും മതി. ട്രാവൽ ഇൻ സ്ട്രൈറ്റ് ലൈൻസ്, അതല്ലെങ്കിൽ മൂവ് ഫ്രം ആനോഡ് ടു കാഥോഡ്. അതുപോലെ തന്നെ എന്താണ്? ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും ഡീവിയേഷൻ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇലക്ട്രിക് ഫീൽഡ് എന്താണ്? ആനോഡ് റേസ് നെഗറ്റീവ് ചാർജ് ഉള്ളവരിലേക്കായിരിക്കും എന്ത് ഡീവിയേറ്റ് ചെയ്യുന്നത്. അതിൽ നമുക്ക് മനസ്സിലാക്കാം അത് പോസിറ്റീവ് ചാർജ് ഉള്ളവരാണ് എന്ന് മനസ്സിലാക്കാം. എന്നൊക്കെയുള്ള ആ പോയിന്റുകൾ എഴുതിയാലും നിങ്ങൾക്ക് മാർക്ക് കിട്ടും. അതല്ലെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന പോയിന്റ്സ് എഴുതിയാൽ കുറച്ചുകൂടി സ്റ്റാൻഡേർഡ് ആയ പോയിന്റ്സ് ആണ്. ഈ പോയിന്റ്സ് എഴുതിയാൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടും. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഡ്രോ ദ ബൗണ്ടറി സർഫസ് ഡയഗ്രാം ഓഫ് എനി 4 d ഓർബിറ്റൽസ്. നമ്മൾ 5 d ഓർബിറ്റൽസിന്റെ ഡി സർഫസ് ഡയഗ്രാംസ് പഠിച്ചിട്ടുണ്ട്. എസ് ഓർബിറ്റലിന്റെ പഠിച്ചിട്ടുണ്ട്. പി ഓർബിറ്റലിന്റെ സർഫസ് ഡയഗ്രാം വരയ്ക്കാൻ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസും വരാം. പിഒ ഇപ്പൊ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഡി ഓർബിറ്റൽസിന്റെ ഏതെങ്കിലും 4 എണ്ണമാണ്. ടോട്ടൽ 5 ഡി എന്താണ് സർഫസ് ഡയഗ്രാം ഉണ്ട്. അത് കൃത്യമായി നമ്മുടെ വിന്നേഴ്സിന്റെ മെറ്റീരിയൽ അത് കിടപ്പുണ്ട്. അത് നിങ്ങൾ കൃത്യമായി എന്ത് ചെയ്യണം? വരച്ച് പഠിക്കണം. ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാം. Okay, and next question, state Heisenberg's uncertainty principle. Write the mathematical expression for above principle. എന്താണ്? വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഹൈസൻബർഗ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ എപ്പോഴും എക്സാമിന് ചോദിച്ചു കാണുന്ന ക്വസ്റ്റ്യൻ ആണ്. എന്താണ് ഹൈസൻബർഗ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ പറയുന്നത്? states that it is impossible to determine simultaneously the exact position and exact momentum or velocity of an electron. അതായത് ഒരു ഇലക്ട്രോണിന്റെ എക്സാക്ട് പൊസിഷനും എക്സാക്ട് മൊമെന്റവും സൈമൾട്ടേനിയസ് ആയിട്ട് അത് ഒരേ സമയം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? നിർണ്ണയിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ്. അതിന്റെ മാത്തമാറ്റിക്കൽ റെപ്രസെന്റേഷൻ നമ്മൾ പഠിച്ചത് ഡെൽറ്റ എക്സ് ഇൻറ്റു ഡെൽറ്റ പി എക്സ് ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു h/4π ഓർ ഡെൽറ്റ എക്സ് ഇൻറ്റു ഡെൽറ്റ വി ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു h/4πm. ഓക്കെ, ഇതിലെ ഏത് ഇക്വേഷൻ എഴുതിയാലും ശരിയാണ് കേട്ടോ. ഓക്കെ, വേർ എക്സ് ഇസ് ദ അൺസർട്ടനിറ്റി പൊസിഷൻ, വേർ ഡെൽറ്റ പി ഇസ് ദ അൺസർട്ടനിറ്റി ഇൻ മൊമെന്റം ആൻഡ് ഡെൽറ്റ വി ഇസ് ദ അൺസർട്ടനിറ്റി ഇൻ വെലോസിറ്റി. ഓക്കെ, നമ്മളിത് പഠിച്ചിരിക്കുന്ന കാര്യമാണ്. നല്ലപോലെ എഴുതി വെക്കുക. ഇത് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇതുമായി ബന്ധപ്പെട്ട എന്താണ് പ്രോബ്ലം നിങ്ങൾ എന്ത് ചെയ്യുക? ചെയ്ത് പഠിക്കുക. നമ്മൾ ഓൾറെഡി ക്ലാസ്സിൽ അതൊക്കെ ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കാൽക്കുലേറ്റ് ദ എനർജി അസോസിയേറ്റഡ് വിത്ത് ദ ഫസ്റ്റ് ഓർബിറ്റ് ഓഫ് He+. അതായത് ഹീലിയം ആറ്റത്തിന്റെ ഒരു അയോൺ ആണ് He+ എന്ന് പറഞ്ഞ കാറ്റയോൺ ആണ്. അതിന്റെ എന്താണ്? ഫസ്റ്റ് ഓർബിറ്റിന്റെ എനർജി കാൽക്കുലേറ്റ് ചെയ്യുക. നമുക്ക് എനർജി കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ ബോർ മോഡൽ നമുക്ക് തന്നിട്ടുണ്ട് ഇല്ലേ? En = -2.18 × 10⁻⁻18 into z² divided by n² എന്നുള്ള ഒരു ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. ആ ഇക്വേഷനിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. എന്താണ്? എന്നിന്റെ വാല്യൂ 1 ആണ്. He എന്ന് പറയുന്ന ഹീലിയം ആണ്. 2 ആണ് അല്ലെ. രണ്ടാമത്തെ എന്താണ് എലമെന്റ് ആണ് He എന്ന് പറയുന്ന ഹീലിയം എന്ന് പറയുന്നത്. സോ z = 2. എന്താണ്? E1 = -2.18 × 10⁻⁻18 into
എന്താണ് ഇസഡ് സ്ക്വയറിന്റെ സ്ഥാനത്ത് 2 സ്ക്വയർ ഡിവൈഡ് ബൈ n സ്ക്വയറിന്റെ സ്ഥാനത്ത് 1 സ്ക്വയർ ചെയ്ത് കഴിയുമ്പോൾ -8.72 ഇൻറ്റു 10⁻⁻18 ജൂൾ എന്ന് കിട്ടും. ഓക്കെ, എനർജി ആയതുകൊണ്ട് ജൂളിലായിരിക്കും നമ്മുടെ എന്ത് ചെയ്യുക യൂണിറ്റ് വരിക. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ റൈറ്റ് ദ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് ക്രോമിയം. നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഗീവ് ദ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് വിത്ത് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ n = 3 ആൻഡ് ഇൻ ക്രോമിയം ആറ്റം. എന്താ ചോദിച്ചിരിക്കുന്നത്? ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ക്രോമിയത്തിന്റെ എഴുതുക. നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്. 1s2 2s2 2p6 3s2 3p6 4s1 3d5 എന്നുള്ളതാണ് അതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. 13 ആണ്. അതായത് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ n = 3 ആണെങ്കിൽ ഓക്കെ എന്തായിരിക്കും 3s-ഉം 3p ആയിരിക്കും വരിക അല്ലെ. 3s-ഉം 3p. 3s-ലെ എത്ര ഇലക്ട്രോൺ? 2 ഇലക്ട്രോൺ. 3p-ലെ എത്ര ഇലക്ട്രോൺ? 6 ഇലക്ട്രോൺ അല്ലെ. 3s1 3s2 ഇപ്പൊ 1s2 2s2 ഇവിടെ നോക്കുക 1s2 2s2 2p6 3s2 3p6 അല്ലെ. 4s1 3d5. അപ്പം നിങ്ങൾ നോക്കുക 3s-ല് 2 ഇലക്ട്രോൺ 3p-ല് 6 ഇലക്ട്രോൺ മൊത്തം എത്ര ഇലക്ട്രോൺ? 8 ഇലക്ട്രോൺ. 3d-ലെ 5 ഇലക്ട്രോൺ അല്ലെ. അപ്പോൾ മൊത്തം കൂട്ടുമ്പോൾ 13 ഇലക്ട്രോൺ. അപ്പം n = അല്ലെ എന്താണ് 3 ആണെന്ന് വരുമ്പോൾ ഏതൊക്കെ എടുക്കണം? 3s എടുക്കണം, 3p എടുക്കണം, 3d എടുക്കണം. ഇതിലുള്ള ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസിന്റെ എണ്ണം 13 ആണ്. ഓക്കെ, അങ്ങനെ 13 കിട്ടി. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ദ റുദർഫോർഡ്സ് ന്യൂക്ലിയർ മോഡൽ ഓഫ് ആറ്റം. നമ്മൾ പഠിച്ചിരിക്കുന്നതാണ് ആൽഫ സ്കാറ്ററിംഗ് എക്സ്പെരിമെന്റ് വഴി. ആറ്റം കൺസിസ്റ്റ് ഓഫ് സ്മോൾ പോസിറ്റീവ്ലി ചാർജ്ഡ് സെൻട്രൽ കോൾഡ് ന്യൂക്ലിയസ്. Mass of the atom is concentrated in the nucleus. Electrons are revolving around the nucleus as planets revolve around the sun. The electrons and the nucleates are held together by electrostatic forces of attraction. നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് ന്യൂക്ലിയർ മോഡൽ. ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതുപോലെ തന്നെ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. ക്ലാസ് എടുത്തുകൊണ്ടിരുന്നപ്പോൾ നമ്മൾ പറഞ്ഞതാണ് ഈ ടേബിൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അത് പഠിക്കണം എന്നുള്ളത്. ഓക്കെ, ലൈമാൻ സീരീസിന്റെ n1 എത്രയാണ്? അത് US റീജിയനിൽ കാണുന്നു. ബാൾമർ സീരീസിന്റെ n1 2 ആണ്. എന്നാൽ അത് ഏത് റീജിയനിൽ കാണുന്നു? അതുപോലെ തന്നെ അടുത്ത സീരീസ് തന്നിട്ടില്ല, അതുപോലെ n1 തന്നിട്ടില്ല, പക്ഷെ അത് ഇൻഫ്രാറെഡിൽ കാണുന്നു എന്ന് പറയുന്നു. ബ്രാക്കറ്റ് സീരീസ് അതിന്റെ n1 4 ആണെന്ന് തന്നിട്ടുണ്ട്, പക്ഷെ അതിന്റെ റീജിയൻ തന്നിട്ടില്ല. അടുത്തതിലും നമുക്ക് സീരീസ് തന്നിട്ടില്ല, പക്ഷെ n1 5 ആണ്, ഇൻഫ്രാറെഡ് ആണ് സ്പെക്ട്രൽ റീജിയൻ എന്ന് പറയുന്നു. ഇങ്ങനെ ഫില്ല് ചെയ്യാനെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. നമുക്ക് നോക്കാം അതിന്റെ ആൻസർ. ലൈമാൻ സീരീസ് ആണെങ്കിൽ n1 എന്തായിരിക്കും? 1 ആയിരിക്കും, അത് UV-യിൽ കാണുന്നു. ബാൾമർ ആണെങ്കിൽ n1 2 ആണ്, വിസിബിൾ റീജിയനിൽ കാണുന്നു. പാഷൻ സീരീസ് ആണെങ്കിൽ അതിന്റെ n1 3 ആയിരിക്കും, ഇൻഫ്രാറെഡിൽ കാണുന്നു. ബ്രാക്കറ്റ് സീരീസ് n1 4 ആണ്, എന്നാൽ അത് ഇൻഫ്രാറെഡിൽ തന്നെ കാണുന്നു. ഫൺ സീരീസ് അതിന്റെ n1 5-ഉം സ്പെക്ട്രൽ റീജിയൻ ഇൻഫ്രാറെഡുമാണ്. ഓക്കെ, അപ്പോൾ അതിന്റെ സ്പെക്ട്രൽ റീജിയനും തന്നിരിക്കുന്ന സീരീസും കൃത്യമായി പഠിക്കണം. അതിന്റെ n1-ഉം കൃത്യമായിട്ട് അറിഞ്ഞിട്ടുണ്ടാവണം. അവിടുന്ന് നമുക്ക് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. ഓക്കെ, ഏത് വെച്ച് റിഡ്ബർഗ് ഫോർമുല വെച്ച് നമ്മൾ ക്ലാസ്സിൽ ചെയ്തിട്ടുള്ളതാണ്. അത് വെച്ച് നമുക്ക് എന്ത് ചെയ്യാം? അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. കൃത്യമായി പഠിക്കുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. വാട്ട് ഈസ് മീൻ ബൈ ഡുവൽ ബിഹേവിയർ ഓഫ് മാറ്റർ? ആൻഡ് സെക്കൻഡ് ക്വസ്റ്റ്യൻ കാൽക്കുലേറ്റ് ദ വേവ് ലെങ്ത് ഓഫ് എ ബോൾ ഓഫ് എ മാസ് 0.1 kg മൂവിംഗ് വിത്ത് എ വെലോസിറ്റി ഓഫ് 10 m/s. നമ്മൾ ഓൾറെഡി ക്ലാസ്സിൽ ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ, എന്തായിരുന്നു? അക്കോർഡിംഗ് ടു ഡി ബ്രോഗ്ലി മാറ്റർ ഹാസ് ബോത്ത് പാർട്ടിക്കിൾ ആസ് വെൽ ആസ് വേവ് ലൈക്ക് പ്രോപ്പർട്ടീസ് അല്ലെ. ഡി ബ്രോഗ്ലി പറഞ്ഞ എന്താണ്? മാറ്ററിന് പാർട്ടിക്കിൾ നേച്ചറും ഉണ്ട്, വേവ് നേച്ചറും ഉണ്ടെന്നാണ്. അതാണ് ഡ്യുവൽ ബിഹേവിയർ ഓഫ് മാറ്റർ എന്നുള്ളത്. ഓക്കെ, ഇനി അതേ ഇക്വേഷൻ, അതായത് ഡി ബ്രോഗ്ലിയുടെ ഇക്വേഷൻ ഉണ്ട്. ലാംഡ = h/mv എന്ന് പറഞ്ഞ ഇക്വേഷൻ വെച്ച് ചെയ്താൽ മതി. എച്ചിന്റെ വാല്യൂ 6.626 × 10⁻34 ഡിവൈഡഡ് ബൈ മാസ് നമുക്ക് എത്രയാണ്? 0.1 kg ആണ് തന്നിരിക്കുന്നത്. 0.1 kg ഇൻറ്റു വെലോസിറ്റി 10 m/s ആണ്. സോ ഇൻറ്റു 10 ചെയ്യുക. ഫുൾ ചെയ്ത് കഴിയുമ്പോൾ 6.626 × 10⁻34 മീറ്റർ എന്ന് നമുക്ക് വേവ് ലെങ്ത് കിട്ടുന്നതായിട്ട് കാണാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള വേവ് ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കാണാം. അൺസർട്ടനിറ്റി കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ റിഡ്ബർഗ് ഫോർമുല വെച്ചുള്ള വേവ് നമ്പർ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഈ ടൈപ്പുള്ള അതുപോലെ എനർജി കാൽക്കുലേറ്റ് ചെയ്യാൻ, ഒരു ഓർബിറ്റിന്റെ എനർജി കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് അവിടെ എന്ത് ചെയ്യാം? പ്രെഡിക്റ്റ് ചെയ്യാം. ഓക്കെ, എക്സ്പെക്ട് ചെയ്യാം. അതുകൊണ്ട് നിങ്ങൾ കൃത്യമായിട്ട് എന്ത് ചെയ്യണം? പ്രോബ്ലംസ് ആ പറഞ്ഞിരിക്കുന്ന ടോപ്പിക്കിൽ നിന്നുള്ള പ്രോബ്ലംസും കൂടി നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്തിട്ട് വേണം എക്സാമിന് പോകാൻ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ, മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യൻ ആണ്. നെയിം ദ 4 ക്വാണ്ടം നമ്പേഴ്സ് ദാറ്റ് ഡിസ്ക്രൈബ് ആൻ ഇലക്ട്രോൺ പ്രസന്റ് ഇൻ ആൻ ഓർബിറ്റൽ.
Write the principal and azimuthal quantum number of an electron present in 3D orbital and write the Schrodinger equation. Okay, 4 quantum numbers ഏതൊക്കെയായിരുന്നു? പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ, അസിമുത്തൽ ക്വാണ്ടം നമ്പർ, മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ, സ്പിൻ ക്വാണ്ടം നമ്പർ. അത് കൃത്യമായി എന്ത് ചെയ്യുക? എക്സ്പ്ലെയിൻ ചെയ്യുക. അതുപോലെ തന്നെ റൈറ്റ് ദ പ്രിൻസിപ്പൽ ആൻഡ് അസിമുത്തൽ ക്വാണ്ടം നമ്പർ ഓഫ് ആൻ ഇലക്ട്രോൺ പ്രസന്റ് ഇൻ 3D ഓർബിറ്റൽ. 3D ഓർബിറ്റൽ ആണെന്ന് പറയുമ്പോൾ 3 എന്ന് പറയുന്നത് n ആണ് അല്ലെ, n is equal to 3 ആണ്. അസിമുത്തൽ ക്വാണ്ടം നമ്പർ പറയുമ്പോൾ എന്താണ്? L ആണ്. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും? ഡി സബ്ഷനിൽ വരണമെങ്കിൽ എല്ലിന് ഏത് വാല്യൂ വരണം എന്ന് നമ്മൾ നോക്കിയാൽ മതി. ഓക്കെ, നമുക്ക് അതിന്റെ ആൻസറിലേക്ക് പോകാം. L is equal to 2 ആണ് അല്ലെ. പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ എന്താണ്? പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ n ആണ്, അസിമുത്തൽ ക്വാണ്ടം നമ്പർ L ആണ്. ആംഗുലർ ക്വാണ്ടം നമ്പർ സബ്സിഡിയറി ക്വാണ്ടം നമ്പർ എന്ന് വിളിക്കാറുണ്ട്, അല്ലെങ്കിൽ മാഗ്നറ്റിക് ഓർബിറ്റൽ ക്വാണ്ടം നമ്പർ എന്ന് വിളിക്കാറുണ്ട്. അതിന് m എന്ന് കാണിക്കുന്നു. സ്പിൻ ക്വാണ്ടം നമ്പർ ആണെങ്കിൽ ms എന്ന് കാണിക്കുന്നു. ഇനി n is equal to 3, L is equal to 2 ആയിരിക്കും അല്ലെ. എല്ലിന്റെ വാല്യൂ 2 വന്നാൽ അത് ഡി ഓർബിറ്റിലാണ് അല്ലെ, നമ്മൾ പഠിച്ചിട്ടുള്ളത്. എല്ലിന്റെ വാല്യൂ 0 വന്നാൽ എസ്, എല്ലിന്റെ വാല്യൂ 1 വന്നു കഴിഞ്ഞാൽ പി, എല്ലിന്റെ വാല്യൂ 2 വന്നു കഴിഞ്ഞാൽ അതെന്തായിരിക്കും? ഡി ആയിരിക്കും എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എന്തായിരിക്കും? എല്ലിന്റെ വാല്യൂ 2 ആണ്. ഓക്കെ, സോ n is equal to 3 and L is equal to 2 ആയിരിക്കും. സ്ക്രോഡിംഗർ ഇക്വേഷൻ നമുക്ക് വിശാലമായ ഒരു ഇക്വേഷനും നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഡി സ്ക്വയർ എക്സ് ബൈ ഡി സൈ സ്ക്വയർ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതല്ലെങ്കിൽ നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള മറ്റൊരു സ്ക്രോഡിംഗർ ഇക്വേഷൻ ഉണ്ട്. എച്ച് ക്യാപ് സൈ is equal to ഇ സൈ. അതായത് എച്ച് ക്യാപ് എന്നുള്ള എന്താണ്? ഒരു ഓപ്പറേറ്റർ ആണ്. ആ ഓപ്പറേറ്ററിനെ വിളിക്കുന്ന പേരാണ് ഹാമിൽട്ടോണിയൻ ഓപ്പറേറ്റർ എന്ന് വിളിക്കും. സൈ ഇസ് ദ ഇലക്ട്രോൺ വേവ് ഫംഗ്ഷൻ. ഓക്കെ, അപ്പം ആ സ്ക്രോഡിംഗർ ഇക്വേഷൻ എക്സാം ചോദിച്ചിട്ടുള്ള ആറ്റം മോഡലിന്റെ മെറിറ്റ്സ് ഓഫ് ബോർ മോഡൽ എഴുതാൻ പറഞ്ഞ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. നമുക്ക് അതിന്റെ ആൻസറിലേക്ക് പോകാം. ദ ഇലക്ട്രോൺ in the hydrogen atom can move around nucleus in circular path or fixed radius and energy. This path are called orbits or stationary states or allowed energy states. The energy of an electron in the orbit does not change with the time. അതുപോലെ next the frequency. The frequency of radiation absorbed or emitted when transmission occurs between two stationary states that differ in energy by delta E is given by U is equal to delta E by H. Okay. The angular momentum of an electron is the integral multiple of h by 2 pi. ഈ പോസ്റ്റുലേറ്റ്സ് കൃത്യമായിട്ട് പഠിക്കണം. ഇത് നമ്മൾ സ്റ്റഡി മെറ്റീരിയൽ കുറച്ചും കൂടി എളുപ്പത്തിൽ കൊടുത്തിട്ടുണ്ട്. അത് എഴുതിയാൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടും. ഇനി ബിയുടെ ആൻസർ എന്തായിരുന്നു? മെറിറ്റ്സ് ഓഫ് ബോർ മോഡൽ. ബോർ മോഡൽ ആറ്റം കുഡ് എക്സ്പ്ലെയിൻ ദ സ്റ്റെബിലിറ്റി ആൻഡ് ലൈൻ സ്പെക്ട്രം ഓഫ് ഹൈഡ്രജൻ ആറ്റം and hydrogen like ions He+, lithium 2+, beryllium 3+. The energy of stationary states associated with the hydrogen like species are given by the expression En is equal to minus 2.18 into 10 raised to minus 18 joule into z square divided by n square, and radii by the expression Rn is equal to 52.9 into n square divided by z pm. ഓക്കെ, നമ്മൾ എന്താണ് മെറിറ്റ്സ് പഠിച്ചിട്ടുള്ളതാണ്. എന്താണ് എനർജി? ഒരു പർട്ടിക്കുലർ എനർജി, ഒരു ഇലക്ട്രോൺ നിൽക്കുന്ന ഓർബിറ്റിന്റെ എനർജി കാൽക്കുലേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ഒരു ഇലക്ട്രോൺ നിൽക്കുന്ന ഓർബിറ്റിന്റെ റേഡിയസ് കാൽക്കുലേറ്റ് ചെയ്യാനും ബോർ സഹായിച്ചു. അതുപോലെ തന്നെ ലൈൻ സ്പെക്ട്രയെ കുറിച്ച് കൃത്യമായ എക്സ്പ്ലനേഷൻ ആയിരുന്നു ബോർ ആറ്റം മോഡൽ തന്നു. ഓക്കെ, അപ്പൊ അതൊക്കെ നമ്മൾ കൃത്യമായി പഠിച്ചിട്ടുണ്ട്. അപ്പൊ അത് നിങ്ങൾ എന്ത് ചെയ്യണം? കൃത്യമായിട്ട് എഴുതണം. അതുപോലെ ഇറ്റ് ഇസ് ഓൾസോ പോസിബിൾ ടു കാൽക്കുലേറ്റ് ദ വെലോസിറ്റീസ് ഓഫ് ഇലക്ട്രോൺ മൂവിംഗ് ഇൻ ദീസ് ഓർബിറ്റൽസ്. ഈ ഓർബിറ്റൽസിൽ മൂവ് ചെയ്യുന്ന ഇലക്ട്രോൺസിന്റെ വെലോസിറ്റിയും കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് ആര് പറഞ്ഞു? ബോർ കാണിച്ചു തന്നു. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മെറിറ്റ്സിൽ വരുന്നത്. അത് കൃത്യമായി മക്കൾ എന്ത് ചെയ്യണം? പഠിക്കണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. വാട്ട് ഇസ് ഫോട്ടോ ഇലക്ട്രിക് എഫക്ട്? മോസ്റ്റ് ഫ്രീക്വന്റ് ക്വസ്റ്റ്യൻ ആണ്. ഫോട്ടോ ഇലക്ട്രിക് എഫക്ട് എന്താണെന്നുള്ളത്. എ ഫിനോമിനൻ where electrons are emitted from a metal surface when light hits on it. These emitted electrons are called photoelectrons. എന്താണ്? ഒരു മെറ്റൽ സർഫസിലേക്ക് ഒരു ലൈറ്റ് ചെന്ന്, ഒരു സർട്ടൻ ഫ്രീക്വൻസി ഉള്ള ഒരു ലൈറ്റ് ചെന്ന് ഹിറ്റ് ചെയ്താൽ ആ മെറ്റൽ സർഫസിൽ ഉള്ള ഇലക്ട്രോൺ എന്ത് ചെയ്യും? അവിടുന്ന് ഇജക്ട് ചെയ്തു പോകുന്നു അല്ലെ. ഈ ഫിനോമിന വിളിക്കുന്ന പേരാണ് ഫോട്ടോ ഇലക്ട്രിക് എഫക്ട്. ഇങ്ങനെ ഇജക്ട് ചെയ്തു പോകുന്ന ഇലക്ട്രോൺസിനെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നു? ഫോട്ടോ ഇലക്ട്രോൺസ് എന്നും വിളിക്കുന്നു. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ബ്ലാക്ക് ബോഡി റേഡിയേഷൻ എന്നുള്ളതാണ്. ബ്ലാക്ക് ബോഡി is a theoretical object that absorbs all electromagnetic radiation that falls on it regardless of frequency or angle of incidence. എന്താണ് ബ്ലാക്ക് ബോഡി റേഡിയേഷൻ എന്ന് വെച്ചാൽ? ഒരു തിയററ്റിക്കൽ കൺസെപ്റ്റ് ആണ്. ഒരു ഐഡിയൽ ബോഡി, നമ്മൾ സിമ്പിൾ ആയിട്ട് പഠിച്ചിട്ടുണ്ട്. ഐഡിയൽ ബോഡി which can absorb all types of which can absorb and emit all types of frequencies of light or electromagnetic radiations. ഏത് ഫ്രീക്വൻസിയിലുള്ള ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻസിനെ അബ്സോർബ് ചെയ്യാനും എമിറ്റ് ചെയ്യാനും കഴിവുള്ള ബോഡിയെ വിളിക്കുന്ന പേരാണ് എന്ത്? ഒരു ഐഡിയൽ ബോഡിനെ വിളിക്കുന്ന പേരാണ് ബ്ലാക്ക് ബോഡി. അങ്ങനെ ഒരു ഐഡിയൽ ബോഡി, ഓക്കെ, ആ ബ്ലാക്ക് ബോഡി എമിറ്റ് ചെയ്യുന്ന റേഡിയേഷൻസിനെ നമുക്ക് എന്ന് വിളിക്കാം
ബ്ലാക്ക് ബോഡി റേഡിയേഷൻസ് എന്ന് വിളിക്കാം. ഇതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയ മറ്റൊരു ടോപ്പിക്കാണ് എക്സ്പ്ലെയിൻ ക്വാണ്ടം തിയറി. ഓക്കെ, ക്വാണ്ടം തിയറിയിൽ എന്ത് പറയുന്നു? ദ റേഡിയേഷൻസ് ആർ എമിറ്റഡ് ഓർ അബ്സോർബ്ഡ് ഇൻ ദ ഫോം ഓഫ് സ്മോൾ പാക്കറ്റ്സ് കോൾഡ് ക്വാണ്ട. അല്ലെ, അതായത് എന്താണ് റേഡിയേഷൻസ് എമിറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ അബ്സോർവ് ചെയ്യുന്നതും സ്മോൾ എനർജി പാക്കറ്റ്സിന്റെ രൂപത്തിലായിരിക്കും. ആ സ്മോൾ എനർജി പാക്കറ്റ്സിനെ ക്വാണ്ട എന്ന് വിളിക്കുന്നു. ലൈറ്റിന്റെ കാര്യത്തിലാണെങ്കിൽ നമ്മൾ ആ ക്വാണ്ടത്തെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നു? ഫോട്ടോൺ എന്ന് പറയുന്നു. ആ സ്മോൾ എനർജി പാക്കറ്റിന് നമ്മൾ ഫോട്ടോൺ എന്നുള്ള പേരാണ് കൊടുക്കുന്നത്. അതുപോലെ അതിന്റെ അടുത്ത പോസ്റ്റുലേറ്റ് പറയുന്നത് എനർജി ഓഫ് എ ക്വാണ്ടം ഓഫ് റേഡിയേഷൻ ഈസ് പ്രൊപ്പോർഷണൽ ടു ഇറ്റ്സ് ഫ്രീക്വൻസി ആൻഡ് ഇസ് എക്സ്പ്രസ്ഡ് ബൈ ദ ഇക്വേഷൻ. അതായത് എനർജിയും അതിൽ നിന്ന് പോകുന്ന റേഡിയേഷന്റെ ഫ്രീക്വൻസിയും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണെങ്കിൽ E is equal to h nu, where E is the energy, h is the frequency and nu is the, h is the Planck's constant and nu is the frequency. ഓക്കെ, ഇനി ഇത് പറയുന്നത് എനർജി ക്വാണ്ടൈസ്ഡ് എന്നാണ്. കാരണം അതിൽ അടങ്ങിയിരിക്കുന്ന എനർജി എന്തായിരിക്കും? കൃത്യമായിട്ട് ക്വാണ്ടൈസ്ഡ് ആയിരിക്കും, പാക്കറ്റ് രൂപത്തിലായിരിക്കും, കൃത്യമായിട്ട് അതിന് കണക്കുണ്ടാകും. If an object emits or absorbs energy, it only takes by the multiple of h nu. അതായത് എനർജി ഒരു റേഡിയേഷൻ അല്ലെങ്കിൽ എനർജി അബ്സോർബ് ഒരു ഒബ്ജക്റ്റ് എനർജി അബ്സോർബ് ചെയ്യുകയോ അല്ലെങ്കിൽ എനർജി പുറത്തേക്ക് വിടുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ അത് എന്തിന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും? h നുവിന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. അതായത് 0, 1h nu, 2h nu, 3h nu അതായിരിക്കും അതിന്റെ അളവ് ഉണ്ടാവുക. ആ ക്വാണ്ട അല്ലെങ്കിൽ ആ എനർജി പാക്കറ്റുകളുടെ ഉള്ളിലുള്ള എനർജിയുടെ അളവ് എന്ന് പറയുന്നത് എന്തായിരിക്കും? h nu എന്ന് പറയുന്ന വാല്യൂവിന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. ഓക്കെ, ബട്ട് കനോട്ട് ടേക്ക് എനി വാല്യൂസ് ഇൻ ബിറ്റ്വീൻ. എന്താ അതിന്റെ ഇടയിലുള്ള വാല്യൂസ് നമ്മൾ എന്ത് ചെയ്യില്ല? എടുക്കില്ല. അതായത് ഹാഫ് h nu, 3/4h nu, 1/4h nu അങ്ങനെയൊന്നും എടുക്കില്ല. മൾട്ടിപ്പിൾസ് മാത്രമാണ് എടുക്കുകയുള്ളൂ. അതായത് 0, 1, 2, 3 എന്നുള്ള മൾട്ടിപ്പിൾസ് മാത്രമാണ് നമ്മൾ അവിടെ എടുക്കുകയുള്ളൂ. ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ ഈ ചാപ്റ്ററിൽ നമുക്ക് കൂടുതലും എക്സാമിന് ചോദിക്കുക. അപ്പം ഒരിക്കൽ കൂടി പറയാം, സ്ട്രക്ചർ ഓഫ് ആറ്റത്തിൽ നിന്ന് നിങ്ങൾ എന്താണ് കാഥോഡ് റേ എക്സ്പെരിമെന്റ് അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് പഠിക്കണം. അതുപോലെ തന്നെ ആൽഫ സ്കാറ്ററിംഗ് എക്സ്പെരിമെന്റിന്റെ ഒബ്സർവേഷൻ എന്താണ്, ലിമിറ്റേഷൻ, ഇൻഫറൻസ്, അതുപോലെ തന്നെ റുദർഫോർഡ് ആറ്റം മോഡലിന്റെ എക്സ്പ്ലനേഷൻ, അതുപോലെ ബോർ ആറ്റം മോഡലിന്റെ പോസ്റ്റുലേറ്റ്സ്, അതുമായി ബന്ധപ്പെട്ട അതിന്റെ മെറിറ്റ്സും ഡിമെറിറ്റ്സും പഠിക്കണം. പിന്നെ ഹൈഡ്രജൻ സ്പെക്ട്രം എന്താണെന്ന് അറിഞ്ഞിരിക്കണം, മാക്സ് പ്ലാങ്ക്സ് ക്വാണ്ടം തിയറി, അതുപോലെ തന്നെ ബ്ലാക്ക് ബോഡി റേഡിയേഷൻ, ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്, പിന്നെ ഹെയ്സൻബർഗ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ, ഡ്യുവൽ നേച്ചർ ഓഫ് മാറ്റർ, അതുപോലെ ഓർബിറ്റൽ എന്താണെന്നുള്ള കോൺസെപ്റ്റ് അറിഞ്ഞിരിക്കണം. അതുപോലെ ക്വാണ്ടം മെക്കാനിക്കൽ മോഡൽ ഓഫ് ആറ്റത്തിൽ നിന്ന് വരുന്നതാണ് ക്വാണ്ടം നമ്പേഴ്സ്. എന്താണ് ക്വാണ്ടം നമ്പേഴ്സ് എന്നും 4 ടൈപ്സ് ഓഫ് ക്വാണ്ടം നമ്പേഴ്സ് കൃത്യമായിട്ട് പഠിക്കണം. അതിൽ നിന്ന് ക്വാണ്ടം നമ്പേഴ്സ് പോസിബിൾ ആവുന്ന ക്വാണ്ടം നമ്പേഴ്സ് എങ്ങനെയാണെന്നുള്ളതും അതിന്റെ വാല്യൂസ് എങ്ങനെയാണ് വരുന്നതെന്നും പഠിക്കണം. അതുപോലെ തന്നെ നിങ്ങൾ പഠിക്കേണ്ടതാണ് ഹൺസ് റൂള്, പോളിസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ, ഓഫ് ബൗ പ്രിൻസിപ്പിൾ. ഓക്കെ, 3 പ്രിൻസിപ്പിൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവണം. ഓക്കെ, ഹൺസ് റൂള്, പോളിസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ, അതുപോലെ തന്നെ ഓഫ് ബൗ പ്രിൻസിപ്പിൾ. ഈ 3 പ്രിൻസിപ്പിൾസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കോപ്പറിന്റെയും ക്രോമിയത്തിന്റെയും എന്താണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത്രയും കാര്യങ്ങൾ പഠിച്ചാൽ നിങ്ങൾക്ക് സെക്കൻഡ് ചാപ്റ്റർ നല്ല മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കൃത്യമായി പഠിക്കുക. അപ്പോൾ ഫസ്റ്റ് ചാപ്റ്ററും സെക്കൻഡ് ചാപ്റ്ററും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്രയും കാര്യങ്ങൾ കൃത്യം ഈ ടോപ്പിക്സ് നിങ്ങൾ കവർ ചെയ്താൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? മേടിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ പറഞ്ഞ ടോപ്പിക്കുകൾ ഒന്നും മറക്കണ്ട, പറഞ്ഞ ടോപ്പിക്സ് കൃത്യമായി പഠിക്കുക. നമുക്ക് നെക്സ്റ്റ് സെക്ഷനുമായി കാണാം. ബൈ.